ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്, കൂന്തൽ റോസ്റ്റ്. അപ്പോൾ ഇതിനെ കൂന്തലെന്നും ഒക്കെ പറയാറുണ്ട്, അതേപോലെ തന്നെ കണവാന്നും പറയാറുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സൈസ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല കളറൊക്കെ ചേഞ്ചായിട്ട് വരുമ്പോഴാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ട് വഴറ്റിയെടുക്കുക. എൻ്റെ ഉള്ളി ഇവിടെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി കീറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നവരേക്കും നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണമൊക്കെ ഏകദേശം പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി ചോപ്പ് ചെയ്യുമ്പോൾ നന്ന കനം കുറച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഈ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൂന്തലിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കൂന്തലിന് ചെമ്മീനിനേക്കാളും കൂടുതൽ വേവുള്ള സാധനമാണ്. അപ്പോൾ നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നന്നായിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് അധികം സമയം വെച്ച് ഡ്രൈ ആക്കണ്ട. ഇതൊരു കറക്റ്റ് പരുവാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൂന്തൽ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കൂടുതൽ ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ഈ ഒരു പരുവത്തിലായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കും റൈസിനും ഒക്കെ നന്നായിട്ട് സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.